എല്ലാ ഭക്തർക്കും എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാധാകൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശില പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ, നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ശ്ലോകമാണ് ഭീഷ്മദേവന്റെ വിയോഗം എന്ന അധ്യായത്തില്, അതായത് 9-ാമത്തെ അധ്യായം 1-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തില് 46-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം നമ്മള് ഇപ്പോ ഭീഷ്മദേവന്റെ ഇതിനെപ്പറ്റി നമ്മള് ഫസ്റ്റ് തൊട്ടേ പഠിച്ച് ഇപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ എത്തുമ്പോഴേക്കും ഭീഷ്മദേവര് അദ്ദേഹത്തിന്റെ ഭൗതികമായ ശരീരം ഉപേക്ഷിച്ച് പോയി. അപ്പൊ അതിനെക്കുറിച്ച് ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. തസ്യ നിർഹരണാദീനി സംപരേത്യസ്യ ഭാർഗവ യുധിഷ്ഠിരാകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവേത്. തസ്യ നിർഹരണാദീനി സംപരേതസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. തസ്യ നിർഹരണാദീനി സംപരേതസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. അതിന്റെ അർത്ഥം, തസ്യ അദ്ദേഹത്തിന്റെ നിർഹരണ ആദീനി ഉദകക്രിയകൾ സംപരതേ തസ്യ മൃതശരീരത്തിന്റെ ഭാർഗവ ഹേ ഭൃഗുവംശജ യുധിഷ്ഠിര മഹാരാജാവ് യുധിഷ്ഠിരൻ കാരയിത്വ അത് നിർവഹിച്ചിട്ട് മുഹൂർത്തം ഒരു നിമിഷത്തേക്ക് ദുഃഖിത ദുഃഖാകുലൻ അഭവത് ആയിരുന്നു. വിവർത്തനം: അല്ലയോ ഭൃഗുവംശജ ശൗനകൻ ഭീഷ്മദേവന്റെ മൃതശരീരത്തിന് ഉദക കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം
മഹാരാജാവ് യുധിഷ്ഠിരൻ ക്ഷണനേരത്തേക്ക് ദുഃഖാകുലനായി തീർന്നു. ഭാവാർത്ഥം ശിരപ്രപാദിക്ക്. ഭീഷ്മദേവൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ കുടുംബത്തിലെ ശ്രേഷ്ഠനായ കാരണവർ മാത്രമായിരുന്നില്ല, യുധിഷ്ഠിരന്റെയും അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളുടെയും മാതാവിന്റെയും മഹാനായ തത്വചിന്തകനും സുഹൃത്തുമായിരുന്നു. യുധിഷ്ഠിരൻ അഗ്രജനായ പഞ്ചപാണ്ഡവരുടെ പിതാവായ മഹാരാജാവ് പാണ്ഡുവിന്റെ മൃത്യുവിനു ശേഷം പാണ്ഡവരുടെ അത്യന്തം വാത്സല്യനിധിയായ പിതാമഹനും വിധവയായ സ്നുഷ കുന്തിയുടെ സംരക്ഷകനും ഭീഷ്മദേവനായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ വലിയച്ഛനായ ധൃതരാഷ്ട്രർ അവരുടെ സംരക്ഷകനായി ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വാത്സല്യം കൂടുതലും ദുര്യോധനൻ അഗ്രജനായ തന്റെ 100 പുത്രന്മാരുടെ പക്ഷത്തായിരുന്നു. ഒടുവിൽ ഹസ്തിനപുര രാജ്യത്തിന്മേൽ പിതാവില്ലാത്ത 5 സഹോദരന്മാരുടെയും നിയമാനുസൃതമായ അവകാശത്തെ കവരുവാൻ ഒരു ബൃഹത്തായ ഗൂഢാലോചന കെട്ടിച്ചമയ്ക്കപ്പെട്ടു. സാമ്രാജ്യാധിപത്യമുള്ള രാജ്യമന്ദിരങ്ങളിൽ പൊതുവായ വിപുലമായ ഉപജാപങ്ങൾ ഉണ്ടാവുകയും 5 സഹോദരന്മാരും വനത്തിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ഭീഷ്മദേവൻ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ യുധിഷ്ഠിരന്റെ ആത്മാർത്ഥ സഹാനുഭൂതിയുള്ള അഭ്യുദയകാംക്ഷിയും പിതാമഹനും മിത്രവും ചിന്തകനും ഒക്കെ ആയിരുന്നു. സിംഹാസനാവരോധിതനായ യുധിഷ്ഠിരനെ ദർശിച്ച് അദ്ദേഹം അതീവ സന്തുഷ്ടിയോടെ ഇഹലോകവാസം അവസാനിപ്പിച്ചു. അല്ലാത്ത പക്ഷം പാണ്ഡവരുടെ അകാരണമായ ദുരിതത്തിൽ കഠോര വ്യഥ അനുഭവിക്കുന്നതിനു പകരം വളരെ മുമ്പ് തന്നെ അദ്ദേഹം തന്റെ ഭൗതിക ശരീരം ത്യജിച്ചേനെ. അനുകൂലമായ സന്ദർഭത്തിനായി അദ്ദേഹം കാത്തിരുന്നു. എന്തെന്നാൽ പാണ്ഡുപുത്രർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സംരക്ഷണത്തിലായിരുന്നതിനാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉറപ്പായും വിജയം വരിക്കുമെന്ന ഭീഷ്മദേവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഒരു കാലത്തും ഭഗവത് ഭക്തർ പരാജയപ്പെടുകയില്ലെന്ന് ഒരു ഭക്തനെന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭീഷ്മദേവന്റെ ഈ എല്ലാ മംഗളാശിരസ്സുകൾക്കും മഹാരാജാവ് യുധിഷ്ഠിരന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ആകയാൽ അദ്ദേഹത്തിന് തീർച്ചയായും മഹാവിയോഗം അനുഭവപ്പെടുന്നുണ്ടായിരിക്കണം. ഭീഷ്മദേവൻ പരിത്യജിച്ച ഭൗതിക ശരീരത്തിന്റെ ഹേതുവായല്ല, മറിച്ച് ഒരു മഹാത്മാവിന്റെ വിയോഗത്തിലാണ് അദ്ദേഹം ദുഃഖിതനായി തീർന്നത്. ഭീഷ്മദേവൻ മുക്താത്മാവാണെങ്കിലും സംസ്കാരകർമ്മം ആവശ്യമായ കർത്തവ്യമായിരുന്നു. ഭീഷ്മദേവന് സന്താനങ്ങളില്ലാത്തതിനാൽ ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് നിയമാനുസൃതമായി അവകാശമുള്ള വ്യക്തി ജ്യേഷ്ഠ പൗത്രനായ മഹാരാജാവ് യുധിഷ്ഠിരനായിരുന്നു. ഒരു മഹത് വ്യക്തിയുടെ സംസ്കാര ക്രിയകൾ കുടുംബത്തിലെ സമാനമായി ശ്രേഷ്ഠനായ സന്തതി അനുഷ്ഠിക്കുന്നത് ഭീഷ്മദേവനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ വരദാനമായിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കപ്പോ ഇവിടെ ഭഗവാന്റെ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. ഓം ജ്ഞാനതിന്ദാന്തസ്യാഞ്ജനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാൻ ശ്രീവിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ദിനാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേയും നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം. ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം. മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിമാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം പരമാനന്ദ മാധവം. ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഇവിടെ 46-ാമത്തെ ശ്ലോകത്തില് ആദ്യം പറയണത് തസ്യ നിർഹരണാദീനി. അപ്പൊ ഇവിടെ നിർഹരണാദീനി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഉദകക്രിയകൾ. ആര് ചെയ്തു ഉദകക്രിയകള്? യുധിഷ്ഠിരൻ ചെയ്തു. അപ്പോ ഇവിടെ ഭൃഗുവംശത്തിന്റെ, അപ്പൊ ശൗനക മുനികളോട് പറയാണ്, ഇവിടെ ഭാർഗവ ഭീഷ്മദേവന്റെ ഉദകക്രിയകളെല്ലാം ആര് ചെയ്തു? യുധിഷ്ഠിരൻ ചെയ്തു. എന്നിട്ട് പറയണു കാരയിത്വ, നിർവഹിച്ചിട്ട്, മുഹൂർത്തം, ഒരു നിമിഷത്തേക്ക് ദുഃഖിത, ദുഃഖാകുലൻ അഭവത് ആയിട്ട്. ഒരു നിമിഷത്തേക്ക് യുധിഷ്ഠിരൻ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഇവിടെ ദുഃഖം കാണിച്ചുള്ളൂ എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ എടുത്തു പറയണത് എന്ന് വെച്ചാല് യുധിഷ്ഠിരനെ നന്നായിട്ട് അറിയാം ഭീഷ്മദേവർ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിത്വമല്ല, അത് മഹായോഗിയാണ്. ഒരു വലിയൊരു അത്രയും ഉയർന്ന പദവിയിലുള്ള ഒരാള് മരിക്കുമ്പോൾ നാട്ടു നടപ്പ് അല്ലെങ്കിൽ മര്യാദ അനുസരിച്ചിട്ട് അദ്ദേഹം ഒരു ദുഃഖം രേഖപ്പെടുത്തി എന്നല്ലാണ്ട് അദ്ദേഹത്തിന് അറിയാം അത് സാധാരണ ഒരു വ്യക്തിത്വമല്ല, അത് ഭഗവാന്റെ പ്രകടലീലയിലേക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ്, എന്താ പറയാ, നിത്യ മുക്തനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കരയണ്ട. എന്നാൽ ആ അങ്ങനെയാണെങ്കിലും അത് അങ്ങനെ ഉപേക്ഷിച്ചു പോവില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകളെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തു. അതാണ് ഇവിടെ ആ ഒരു പ്രത്യേക ഇതിന് മുഹൂർത്തം ഒരു നിമിഷത്തേക്കേ ഉള്ളൂന്ന്. അതായത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കാരണം അത്രയും വലിയൊരു യോഗി എങ്ങനെ പോയതാണ്? ഭഗവാനെ സ്വയം മുന്നിൽ കണ്ടുകൊണ്ട് ആ ശരീരത്തിനെ, ഈ ഭൗതിക ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനെ ഒരിക്കലും നമ്മള് വല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കണ്ട എന്നാണ് നമ്മൾ പറയണത്. അതായത് അത്രയും ഉയർന്ന വ്യക്തിത്വം അല്ലെങ്കിൽ അത്രയും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഭഗവാന്റെ ലീലകളിൽ വരെ. അപ്പൊ ഇവിടെ ഭഗവാന്റെ ലീലയില് വന്നതുകൊണ്ടാണ് ഭീഷ്മദേവൻ ആരാന്ന് നമുക്കറിയാം അല്ലെ. ഭീഷ്മദേവൻ എന്താ ചെയ്യണത്? ഈ ലീലയില്, ഭഗവാന്റെ ഈ ലീലയില് വന്നിട്ട് ഭഗവാന്റെ ഒരു ശാശ്വതമായ ഒരു സേവകനാണ് ഭീഷ്മദേവൻ. ഈ ശാശ്വതമായ സേവകൻ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ഭഗവാന്റെ ലീലകളിൽ എപ്പോഴും ആ സേവകനും ഉണ്ടാവും. ഭഗവാന്റെ സേവനം ഭഗവാൻ എവിടെയെല്ലാം ലീലകൾ ചെയ്യുന്നുണ്ടോ ആ ലീലകളിൽ എല്ലാത്തിലും ഭഗവാന്റെ സേവകനായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സേവകൻ. അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു? അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. അപ്പൊ അഷ്ടവസുക്കളിൽ പ്രഥമനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഇതെല്ലാം ഇത്രയും അധികം ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വന്നിട്ടുണ്ട്. അപ്പൊ അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് അത്രയും ഉയർന്ന അതല്ലേ, ഭഗവാൻ തന്നെയാണ് അവരുടെ ഇത് എന്താ പറയാ ഹെഡ്. അപ്പൊ ആ ഭഗവാനിലേക്ക് തന്നെ ആ ഭീഷ്മദേവരായി ജന്മമെടുത്തത് ശാപം കൊണ്ട് ഗംഗാദേവിയുടെ പുത്രനായിട്ട്, ശാന്തനു മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു മഹായോഗിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം ഒരു എന്താ പറയാ നിസാരമായ യാതൊന്നിനെയും അദ്ദേഹം മോഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പാർട്ട്, അദ്ദേഹത്തിന് ആ ലീലയില്, ഭഗവാന്റെ ആ ലീലയിൽ എന്താണ് ചെയ്യേണ്ടത് അത് അത്രയും അധികം പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും അദ്ദേഹം ദുഃഖിച്ചിട്ടില്ല, ഒരിക്കലും അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഓ ഇങ്ങനെയാണല്ലോ ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്, അങ്ങനെയൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും വീണിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്തിനാ ചെയ്യണത്? ഒരു യോദ്ധാവായിട്ടാണ് അല്ലെ. ഭഗവാന്റെ ലീലയില് അദ്ദേഹം അങ്ങനെ വന്നതാണ്, ഒരു യോദ്ധാവായിട്ടാണ് വരുന്നത്. അപ്പൊ യോദ്ധാവായിട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ ആവശ്യം, കാരണം ഭീഷ്മദേവനെ പോലുള്ള ഒരാള് ഭഗവാന് എതിരായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ദുര്യോധനാദികളുടെ ആ ഒരു ബലത്തിനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭീഷ്മദേവനെ പോലെ ഒരാൾ വേണം. അവര് യുദ്ധത്തിന് ഇറങ്ങാൻ തന്നെ കാരണം ഭീഷ്മദേവനാണ്. കാരണം സ്വച്ഛന്ത മൃത്യുവാണ്. അപ്പൊ ആരാലും ഭീഷ്മദേവരെ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള ദുര്യോധനാദികളുടെ മനസ്സിലേക്ക് ആ ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അവിടെ വേണം. അപ്പൊ ഭഗവാനോളം, അത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു അല്ലെ. ഇനി എത്ര തന്നെ കഴിവുകളും ശക്തികളും ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും അത് ഭഗവാന് മുമ്പിൽ ഒന്നുമല്ല. ഇത് ആരാ ശക്തി കൊടുക്കണം? മുഴുവനും ഭഗവാനാണ്. ഇപ്പൊ നമ്മള് അർജുനന്റെ ഇതിലൊക്കെ പഠിക്കുമ്പോ അറിയാൻ പറ്റും, ഭഗവാൻ ഈ ലീലകളെല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അർജുനന്റെ കയ്യിലുള്ള ഗാന്ധീവത്തിനൊന്നും ഒരു തരത്തിലുള്ള ശക്തിയും ഇല്ലാണ്ടാവണുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരുന്നു? ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ ഭഗവാന്റെ കൂടെ വരുന്ന അസോസിയേറ്റ്സിന് എല്ലാത്തിനും എല്ലാവർക്കും ശക്തി കൊടുക്കുന്നത്.
ആ ലീല കഴിഞ്ഞ പിന്നെ അവിടെ ശക്തിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്ക് തരുന്ന ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മൾക്ക് ഓരോന്നും ഭഗവാന് സേവ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇത് നമ്മുടെ കഴിവല്ല, നമുക്ക് ഇതിനൊന്നുള്ള കഴിവില്ല. കാരണം ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക്, ഭഗവാന്റെ ആഗ്രഹത്തിനും ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവാന്റെ കരുണയാണ് നമ്മളുടെ മുകളിലുള്ളത്. അപ്പൊ അതിനെ മനസ്സിലാക്കിയിട്ട് ഓ ഭഗവാനെ കൃഷ്ണ, എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇത്രയെങ്കിലും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നെങ്കിലും എത്രയെങ്കിലും ഒക്കെ ചെയ്യാൻ എനിക്ക് അങ്ങ് ഒരു അനുവാദം തരുന്നുണ്ടല്ലോ അല്ലെ. കാരണം ഇതൊന്നും ചെയ്യാണ്ട് നമ്മുടെ ചുറ്റിനും എത്രയോ പേരുണ്ട്. അപ്പൊ നമ്മളൊക്കെ അത് നോക്കുമ്പോൾ ശരിക്കും ഭഗവാന്റെ കാരുണ്യമുള്ളവരാണ്. ആ കരുണ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാ? ഭഗവാന് വേണ്ടി നമുക്ക് സേവ ചെയ്യാൻ പറ്റുമ്പോഴാണ്. അപ്പൊ ഭഗവത് സേവനത്തിന് നമ്മൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ കരുണ വേണം. ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ടാണ് പലരോടും നമ്മൾ പോയി പറഞ്ഞാലും അവരെ കൊണ്ട് ഒന്ന് ജപിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും മുന്നോട്ട് വരാനോ സാധിക്കാത്തത്. ഭഗവാന്റെ കാരുണ്യം അവരിലേക്ക് വരാനായിട്ട് താമസമെടുക്കും. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പിലേക്ക് അവർക്ക് പോകാനും സാധിക്കും. അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ വേദാന്ത സൂത്രത്തിൽ പറയണു, യാവത് അധികാരം അവസ്ഥിത് അധികാരി കാണാം അതായത് ഔദ്യോഗിക പദവി വഹിക്കുന്നവർ അവരവരുടെ കാലാവധി വരെ തുടരും. അപ്പൊ ഇവിടെ ഔദ്യോഗിക പദവി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഭീഷ്മദേവർ ഇവിടെ ഒരു യോദ്ധാവായിട്ടാണ് വന്നത് അല്ലെ. അപ്പോ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറാണ് ഇത് പറയുന്നത്. അപ്പൊ ഭീഷ്മദേവർ ഇവിടെ വരുമ്പോ പരമദിവ്യോത്തമ പുരുഷനായ പൂർണ്ണമായ ഭഗവാനെ അറിഞ്ഞിട്ട് ആ ഭഗവാനുമായിട്ടുള്ള ആ ഒരു എറ്റേണൽ അസോസിയേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ വരുമ്പോ എവിടം വരെ ഭീഷ്മദേവർ ഇവിടെ നിൽക്കണം, എപ്പോഴാണ് ഭീഷ്മദേവർ പോവേണ്ടത്, അതെല്ലാം ആരാ നിശ്ചയിക്കുന്നത്? ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മളുടെ തീരുമാനങ്ങളല്ല. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാല് ഭഗവാനെ കുറിച്ച് നമ്മൾ അറിയും തോറും നമ്മുടെ കർമ്മങ്ങള് എല്ലാം നശിക്കും. അങ്ങനെ കർമ്മബലം ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ കർമ്മബലം ഇല്ലാണ്ടായി എന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഭഗവാൻ ഇപ്പൊ ഒരു എന്താ പറയാ, ഈ ഇതില്ലേ ചെയ്യാൻ പറ്റാന്നാ പറയാൻ വിചാരിക്കും. അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മദേവനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം 100 വയസ്സാണ് ബ്രഹ്മദേവന്റേന്ന്. ആ 100 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ കോടി വർഷങ്ങൾ അല്ലെ. അപ്പൊ ആ ടൈം മുഴുവനും ഇരുന്ന ശേഷം വേണം ബ്രഹ്മദേവന് പോവാനായിട്ട്. എന്നാൽ ഇന്ദ്രന് അത്ര സമയമില്ല. കാരണം ഉപരിലോകങ്ങളിലേക്ക് പോകുന്തോറും ആയുസിന്റെ വലിപ്പം കൂടി കൂടി വരും. അപ്പൊ ഇന്ദ്രൻ എങ്ങനെയാണ്? ഇന്ദ്രന്റെ ആ കാലാവധി തീർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം ഓരോ പോസ്റ്റുകളാണ് അല്ലെ. അതാണ് ഇവിടെ ഔദ്യോഗിക പദവി എന്ന് പറയുന്നത്. ആ ഔദ്യോഗിക പദവിയുടെ പോസ്റ്റ് കഴിഞ്ഞാൽ ഇവര് അങ്ങനെ തന്നെ ബ്രഹ്മാവിൽ പോയി പിന്നെ ആ ഒരു പ്രളയം വരുമ്പോ ഇതെല്ലാം തിരിച്ചും ഭഗവാനിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ഇപ്പൊ നമ്മളൊക്കെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് നീട്ടി കൊടുത്തു അല്ലെങ്കിൽ കുറച്ച്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഫിക്സഡ് ആണ്. ഇത്ര സമയം നീ ഇവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നീ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ആ അത്രയും സമയം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ലീല മുഴുവനും കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഭഗവാന്റെ അപ്പൊ നമുക്ക് തോന്നും ഇത് ഭഗവാന്റെ ദേവന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടത്തിന് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അല്ല, അസുരന്മാർക്കും ഉണ്ട് പാർട്ടിയിൽ. കാരണം ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയാണല്ലേ ഈ അസുരന്മാരും വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ജയവിജയന്മാരെന്ന് പറയുന്നത് അവര് സാധാരണ ആൾക്കാരൊന്നും ആയിരുന്നില്ല, ഭഗവാന്റെ പാർഷദന്മാരായിരുന്നു, വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്നു അവര്. പക്ഷെ എന്താണ്, ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ലീലയിലെ ഒരു ഭാഗമാവാനായിട്ട് അവരെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അപ്പോ തിരിച്ചും അവർക്ക് എന്താ ഉണ്ടാവുക? അവരുടെ ഈ ലീല, ഭഗവാന്റെ ആ ലീലകൾ എല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ ആ ലീലകൾക്കൊപ്പം അല്ലെങ്കിൽ ലീലകളുടെ ഇതിന് ശേഷം അവർ തിരിച്ചും ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ പോകും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അത് വളരെ ഉയർന്ന നിലയിൽ. എന്നാൽ ചില ആളുകള്, ചില അസുരന്മാരെ നമുക്ക് കാണാൻ പറ്റും മോക്ഷം കിട്ടി, അങ്ങനെയല്ല. അവര് വന്നിട്ട് അവരുടേതായ അവർക്കൊന്നും നിർജീവമായ ചില വസ്തുക്കളായിട്ടും അവിടെ ഇരിക്കാൻ പറ്റും. എപ്പോഴാണോ ഭഗവാൻ ഒരു ലീല വേണം എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് അവർ വരും. അപ്പൊ ഭഗവാന് നമ്മൾ 2 തരം ലീലകൾ പറയാൻ പറ്റും. അതായത് പ്രകടമായ ലീലകളും അപ്രകടമായ ലീലകളും. പ്രകടമായ ലീല എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃന്ദാവനത്തില്, ദ്വാരകയില് എല്ലാം ഭഗവാൻ ഇവിടെ ഈ ഭൂമിയിൽ വന്നിട്ട് പ്രകടമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ഭഗവാന്റെ ലീലകൾ അവിടെ അവസാനിക്കുന്നില്ല. ഭഗവാന്റെ ലീലകള് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ശക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനോ മുകളിലുള്ളതാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ. അതൊന്നും നമുക്കൊരിക്കലും അതിനെ പറ്റിയൊന്നും
പറയാനോ അല്ലെങ്കിൽ അറിയാനോ സാധിക്കില്ല. കാരണം എപ്പോഴും ഊഹാപോഹങ്ങളിൽ കൂടി അല്ലാതെ നമ്മൾ ഒരിക്കലും ഭഗവാനെ അറിയേണ്ടത്. ഭഗവാനെ നമ്മൾ അറിയേണ്ടത് ഭഗവാന്റെ ഭക്തരിൽ കൂടി, പിന്നെ ഭഗവാനെ സേവനത്തിൽ കൂടിയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ കൂടെ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ആ ആദൗ ശ്രദ്ധ, ആ 9 സ്റ്റെപ്പിലെ അവസാനം ആ ഭാവപ്രേമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പ്രേമത്തിൽ കൂടെയാണ് നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ ഭീഷ്മദേവൻ ഗോപികമാരുടെ പോലെയല്ല ഭഗവാന്റെ ആ പ്രേമത്തിലല്ല എങ്കിലും ഭീഷ്മദേവൻ അങ്ങനെ പ്രേമം എന്ന് പറയുന്നത് ഭഗവാൻ എന്തോ പറയണു അത് ഞാൻ ചെയ്യും, അതിനപ്പുറം എനിക്ക് ഒന്നുമില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ച് പർപ്പട്ടിൽ പറയുന്നുണ്ട്, ഭീഷ്മദേവൻ എന്താ പറയണത്, എനിക്കറിയാം ഭഗവാൻ പാണ്ഡവരുടെ പക്ഷത്തുണ്ടെങ്കിൽ എപ്പോഴും പാണ്ഡവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള പൂർണ്ണ അറിവോടുകൂടെ തന്നെയാണ് ഭീഷ്മദേവൻ ഇപ്പുറത്ത് നിൽക്കുന്നത്. അതാണ് ഭീഷ്മദേവരുടെ ആ ഒരു നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വം. അതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്ത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാനല്ല. ഭീഷ്മദേവൻ എന്തിനാ വന്നേക്കണത്, ഭഗവാന്റെ ലീലയിലെ ഒരു ഭാഗമാവാനാണ്. അതിൽ കൂടുതൽ ഭീഷ്മദേവർക്ക് യാതൊരു വിധത്തിലുള്ള റോളുകളും ഇല്ല. നമ്മളാർക്കാണ് ഈ ഭൗതികമായ ചിന്തകളെല്ലാം വരുന്നത് കൊണ്ടാണ് എനിക്ക് എന്റെ കുട്ടികളെ, ഞാനില്ലെങ്കിൽ എന്റെ കുട്ടികളെ എന്ത് ചെയ്യും. അപ്പൊ ഇന്നും കണ്ടാണ് ഞാനൊരു ഇതിൽ വായിച്ചതാണ്. അതായത് ഒരു പയ്യൻ, അവൻ 4 കൊല്ലം ഈ റൂമിന്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്നു. കാരണം അവന്റെ അച്ഛനും അമ്മയും മരിച്ചു, ചേട്ടൻ മരിച്ചു, അതുകൊണ്ട് അവൻ ഒറ്റയ്ക്കായി പോയി. പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ അവന് പുറത്തിറങ്ങാൻ പേടി. എന്താ, ആരും വേണ്ട വിധത്തില് നയിക്കാനില്ല, ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത അല്ലെ. അതേസമയം ഭീഷ്മദേവര് എല്ലാവർക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. എന്നാലോ ഭീഷ്മദേവന് ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. എന്തുകൊണ്ടാ, ഭഗവാന്റെ പ്യുവർ ഡിവോട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പരിശുദ്ധ ഭക്തൻ. ഒരു കാരണവശാലും അവിടെ യാതൊരു തരത്തിലുള്ള കളങ്കങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ പാണ്ഡവരുടെ അകാരണമായ ദുരിതത്തിൽ കഠോര വ്യഥ അനുഭവിക്കുന്നതിന് പകരം വളരെ മുമ്പ് തന്നെ അദ്ദേഹം തന്റെ ഭൗതിക ശരീരം ത്യജിച്ചേനെ. അപ്പൊ അങ്ങനെ ഭൗതിക ശരീരം ത്യജിച്ചേനെ എന്ന് പ്രഭുപാദ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഭൗതിക ശരീരം ത്യജിക്കും എന്നല്ല. കാരണം ആ സാഹചര്യങ്ങളിലാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ ഒരു പൂർണ്ണ ഭക്തൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ പദവിയിലുള്ള അദ്ദേഹം ചെയ്യേണ്ടതായ കർമ്മം അദ്ദേഹത്തിന് അറിയാം എന്താണെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഈ ശരീരം ഉപേക്ഷിച്ച് പോകാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം അത്ര വലിയൊരു ശപഥം എടുത്തിട്ടുണ്ട് അല്ലെ, ആ സിംഹാസനത്തിനെ ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. അപ്പൊ ആ സിംഹാസനത്തിൽ വരേണ്ട വ്യക്തി അത്രയും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ ആ യുധിഷ്ഠിര മഹാരാജാവ് അവിടെ വരണം എന്ന് തന്നെയാണ് ഭീഷ്മദേവരുടെ ആഗ്രഹം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഭഗവാനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ വേണം ഭീഷ്മദേവർക്ക് ആ ശരീരം ഉപേക്ഷിക്കാനായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നു, സംപരദേശ് സംപരേതസ്യ, അതായത് ഭഗവാനെ മുഴുവനുമായി പരമേശ്വരനെ അങ്ങനെ ആ പരമദിവ്യോത്തമ പുരുഷനായി ഭഗവാനെ മുഴുവനുമായിട്ട് ഭീഷ്മദേവര് പ്രാപിക്കുകയാണ്. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ ആ യുധിഷ്ഠിര മഹാരാജാവിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും വർണ്ണാശ്രമ വിവേചനങ്ങളും യുദ്ധത്തിൻ്റെതായാലും എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ കറക്റ്റ് സമയമായപ്പോൾ, അതും ഭഗവാനോട് പറയുന്നുണ്ട് അല്ലെ, എന്റെ മുമ്പിൽ നിന്ന് പോകരുതട്ടോ കൃഷ്ണ, എന്റെ മുമ്പിൽ എപ്പോഴും അങ്ങ് ഉണ്ടാവണം. കാരണം ആ കറക്റ്റ് ടൈം വരുമ്പോൾ ശരീരം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു വലിയൊരു യോഗ്യാണ്. ഒരു സാധാരണ ആളുകൾ ഇനിയിപ്പോ എത്ര വലിയ ശപഥം എടുത്താലും അതൊന്നും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. എന്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കണം, അതവിടെ എന്റെ ശരീരം എന്നുള്ളത് വരുന്നില്ല. ഭഗവാന്റെ ലീലയ്ക്കായിട്ട് ഞാൻ ആടിയ, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ച, അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് തന്ന ഈ ഒരു ഭൗതികമായ ശരീരത്തിനെ എനിക്ക് എപ്പോഴാണോ ഉപേക്ഷിക്കേണ്ട സമയം, അത് വരുമ്പോ കൃഷ്ണ എന്റെ മുമ്പിൽ ഉണ്ടാവണേ. കാരണം ഒരു ഭക്തനായ ഭീഷ്മദേവൻ ഒരിക്കലും ശരീരം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ശ്വാസം നിലച്ചു അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം ഒരു ഭക്തൻ ഒരിക്കലും മോക്ഷം ആഗ്രഹിക്കുന്നില്ല. ഒരു ഭക്തന് എന്താ വേണ്ടത്, എപ്പോഴും ഭഗവാന്റെ ലീലകളിൽ ഇങ്ങനെ, ഭഗവാൻ നമ്മളിപ്പോ പ്രകടലീല എന്ന് പറയുന്നതാണ് വൃന്ദാവനത്തിലും ദ്വാരകയിലും. പക്ഷെ അപ്രകടമായിട്ട് ഭഗവാൻ എപ്പോഴും ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ വൃന്ദാവനത്തില്, ഗോലോക വൃന്ദാവനത്തിലും അല്ലാണ്ട് എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അല്ലെ നമുക്കറിയുന്ന ഈ ഒരു ഭൂമി, അത് മുഴുവനും അറിയില്ല നമുക്ക്, നമ്മുടെ ചുറ്റുവട്ടം പോലും അറിയില്ല നമ്മൾക്ക്. എന്നാലും നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ എല്ലാം അറിയാമെന്ന്. അങ്ങനെയുള്ള ആ ഒരു ഭൂമിയിലുള്ള ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ വൃന്ദാവനം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഭഗവാൻ വന്നപ്പോഴാണ്
അത് പ്രകടമായിട്ട് വന്നത്. അപ്പൊ ആ വൃന്ദാവന ലീലയിലുള്ള അല്ലെങ്കിൽ ആ ദ്വാരകയില് മധുരയില് അങ്ങനെ കുരുക്ഷേത്രത്തില് അവിടെയൊക്കെ ഭഗവാന്റെ ആ ലീലകളുടെ സമയത്ത് ആരെല്ലാമാണോ ഭഗവാന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള പാർഷദന്മാര് അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി വന്നിട്ടുള്ള അസുരന്മാര് ദേവന്മാര് എല്ലാവരും ഭഗവാന്റെ ആ ലീലയുടെ ഭാഗമായിട്ട് അവരവരുടെ ജോലികൾ മുഴുവൻ ചെയ്ത ശേഷം അവര് ഈ ശരീരം ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പൊ അവർക്കൊന്നും സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൗതിക ശരീരം ആണ് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവരവരുടെ ആധ്യാത്മിക ലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി, അതായത് ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ് ദൃഷ്ടിവൃത്തിഭി ആത്മനാവയസ്യ സ്വന്ത ശ്വാസ ഉപരമേ. എന്താ ഭഗവാൻ? ശ്വാസം നിലച്ചു. ശ്വാസം നിലച്ചതല്ല, ആ ലീല അത്ര മതി. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് ആ ശ്വാസത്തിനെ അല്ലെങ്കിൽ ആ ശരീരം ഭഗവാനിലേക്ക്, ആ ജീവാത്മാവെന്ന് കൂടെ നമുക്ക് ആ അംശം അല്ലെ, ആ ഭഗവാൻ എന്താ പറയാ, ഭീഷ്മരുടെ ശ്വാസം നിലച്ചു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഭീഷ്മർ എന്താ ചെയ്യേണ്ടത്? ഭീഷ്മർ തന്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ശ്വാസത്തിന് അല്ലെങ്കിൽ ആ ഭൗതിക ശരീരത്തിനെ ഇവിടെ വിട്ടിട്ട് പോയിന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരമായിട്ടുള്ള ആ ശ്വാസത്തിന്റെ അറ്റാച്ച്മെന്റിനെ അവിടുന്ന് മാറ്റിയിട്ട് ഉപരമേ, ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ എവിടേക്കാ അദ്ദേഹം പോയത്? എപ്പോഴും ഭീഷ്മദേവര എങ്ങനെയുള്ള രൂപത്തിലാണ് ഭഗവാനെ കാണാറുള്ളത്? പാർത്ഥസാരഥി രൂപത്തില്. അപ്പൊ ഭഗവാന്റെ ആ പാർത്ഥസാരഥി രൂപത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി രൂപം തന്നെ ഭീഷ്മദേവർക്ക് കാണാനായിട്ട് സാധിച്ചത്? കാരണം ഭീഷ്മദേവർ എപ്പോഴും ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു യോദ്ധാവാണ്. അപ്പൊ ആ യോദ്ധാവിന്റെ മുമ്പിൽ ഭഗവാൻ എപ്പോഴും ആ നേരെ നിന്ന് കാണുകയാണ് അല്ലെ. പാർത്ഥസാരഥിയായിട്ട്, പാർത്ഥന്റെ സാരഥിയായിട്ട് ഇങ്ങനെ നിൽക്കണ ഭഗവാനെ കാണുമ്പോ ഭീഷ്മദേവരുടെ മനസ്സിലും മുഴുവനും എന്താ ചിന്ത? എന്റെ ഭഗവാനെ എനിക്കിങ്ങനെ കാണാൻ പറ്റണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഭീഷ്മദേവന്റെ നേരെ ആ ചക്രം എടുത്ത് അങ്ങോട്ട് ഓടി വന്നപ്പോൾ ഭീഷ്മദേവരെല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്ന് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ആയാലും എനിക്ക് ഞാൻ ഭഗവാന്റെ അടുത്ത് എത്താനുള്ളതാ. ഇന്നാ ഭഗവാൻ ഇങ്ങനെയാണോ ലീല ചെയ്യേണ്ടത്, ചെയ്തോട്ടെ. അതിനപ്പുറം ഭീഷ്മദേവർ സ്വയം ഒരു യോദ്ധാവായിട്ട് സ്വയം ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഭീഷ്മദേവർ അവിടെ ആയുധം എടുത്തേനെ. ഭീഷ്മദേവർ അവിടെ ആയുധം എടുക്കാണ്ടിരിക്കാൻ തന്നെ കാരണം ഭീഷ്മദേവർക്ക് ഭഗവാന് എന്താണോ ഇഷ്ടം, ഭഗവാന്റെ ആ സാമ്രാജ്യത്തിലേക്ക് പോവാനായിട്ടുള്ള വഴികളാണ് ഭീഷ്മദേവർ. കാരണം കഴിഞ്ഞു ഈ ഒരു യുദ്ധത്തോടുകൂടെ ഇനി ഭീഷ്മദേവർക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ഒരു പാർട്ടും ഇവിടെ ഇല്ല ഭീഷ്മദേവർക്ക് അല്ലെ. അപ്പൊ ഇതോടുകൂടെ കഴിയാണ്. അപ്പൊ ആ ഒരു ഇത് തീരുമ്പോ ആ ലീലയില് ഭഗവാനെ ഏത് രൂപത്തിലാണോ കാണേണ്ടത് എന്നുള്ളത് ആ ഒരു രൂപമായ പാർത്ഥസാരഥി രൂപത്തിലേക്ക്, ആ നിത്യരൂപമായ പാർത്ഥസാരഥിയുടെ രൂപത്തിലുള്ള ആ വൈകുണ്ഠത്തിലേക്ക് പോവാൻ സാധിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ചാൽ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു വാത്സല്യം, ആ സ്നേഹം അല്ലെ, അത് ഭഗവാൻ ഇവിടെ ഭീഷ്മദേവന്റെ കാര്യത്തിൽ ശരിക്കും പ്രകടിപ്പിക്കുകയാണ്. കാരണം ഭീഷ്മദേവരെ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു യുധിഷ്ഠിരനുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഭീഷ്മദേവന്റെ മഹത്വം മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ ഭഗവാന് പറഞ്ഞു കൊടുക്കാം, ഭഗവാൻ എത്രയോ എളുപ്പമായിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഭഗവാൻ അത് ഭഗവാന്റെ ഭക്തന്മാർക്ക് വിട്ടുകൊടുക്കും. പലപ്പോഴും ഭഗവാൻ അത്രയും സ്നേഹമാണ്, അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. എല്ലാം എന്റെ ഭക്തന്മാർക്ക് വേണ്ടി, എല്ലാം എന്റെ ഭക്തര് ചെയ്യണം, അതാണ് ഭഗവാന്റെ ആവശ്യം. അപ്പോ വേറൊരു ശ്ലോകത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് പക്ഷികള് കാണൂലേ, പക്ഷികൾ ഇങ്ങനെ ഇരുട്ടായി കഴിഞ്ഞ പിന്നെ മിണ്ടാണ്ട് തൂങ്ങി പിടിച്ചിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പകൽ അവിടെ അവസാനിച്ചു. പക്ഷെ ആ പകൽ അവിടെ അവസാനിക്കുന്നില്ല. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചും ആ പകല് വരും. അല്ലെങ്കിൽ ഇവിടെ പകലാണെങ്കിൽ വേറൊരു ദിക്കില് രാത്രി, അല്ലെങ്കിൽ ഇവിടെ രാത്രി ആകുമ്പോഴും വേറൊരു ദിക്കില് പകല്. അതേപോലെ തന്നെയാണ് ലീലകളും. നമ്മുടെ മുമ്പിൽ നിന്ന് മാറിയ ലീലകള് വേറൊരു സ്ഥലത്ത് ആടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഭഗവാൻ. ആ ലീലകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഇപ്പോഴുള്ള ആ പാർട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അപ്രകടമായ ഒരു അവസ്ഥ, അത് ആ വരുന്ന ആ ഒരു ലീലയ്ക്ക് പോവാനായിട്ടാണ് ഭീഷ്മരും തയ്യാറെടുത്തത്. അപ്പം ഭീഷ്മരെ പോലുള്ള ശുദ്ധഭക്തൻ, നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും ഒരിക്കലും മുക്തനാവണം അല്ലെങ്കിൽ മോക്ഷം കിട്ടണം എന്നല്ല. അവർക്ക് എപ്പോഴും എന്താ ആവശ്യം?
എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും അവർക്കെല്ലാം എപ്പോഴും ആ ഭഗവാനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളില് ഭാഗമാവാം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ആഗ്രഹമുള്ള കാര്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭീഷ്മദേവരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഭീഷ്മദേവരുടെ ഈ ഇതില് എന്താ പറയാ, ഈ ആഗ്രഹത്തിന് മുമ്പില് ഭഗവാൻ പോലും ഭീഷ്മദേവരുടെ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയണു, ഭീഷ്മദേവന്റെ ഭക്തർ ഒരു കാലത്തും ഭഗവത് ഭക്തർ പരാജയപ്പെടുകയില്ലെന്ന് ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭഗവാൻ ഇത് തന്നെ ഭഗവത്ഗീതയില് അർജുനന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തർ ഒരിക്കലും നശിക്കില്ല എന്ന് അർജുന നീയെ പ്രഖ്യാപിക്കൂ. ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അർജുനനോട് കൊണ്ട് പറയിച്ചത് എന്തിനാന്ന് വെച്ചാലെന്ന് നമുക്കറിയാം അല്ലെ. ഭഗവാൻ വേണമെങ്കിൽ ഭഗവാന്റെ വാക്കുകള് സമയത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റും. പക്ഷെ ഭഗവാന്റെ ഭക്തരുടെ വാക്കുകൾ ഭഗവാൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, മാറ്റില്ല ഭഗവാൻ. അത് അത്രയും ഭഗവാന് ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തര്. അപ്പൊ ആ ഭക്തരുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഭഗവാൻ എന്താ കൃഷ്ണൻ എന്താ പറയണത്, അത് ഭീഷ്മക്ക് അറിയായിരുന്നു എന്ന്. അതായത് ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ഭക്തനെ നമ്മൾ കാണുന്ന ഭൗതികമായുള്ള യുദ്ധത്തിലുള്ള പരാജയമോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള വിജയമോ ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഭക്തൻ എങ്ങനെയാണോ ഭഗവാന്റെ കൂടെ നിൽക്കുന്നത്, ആ ഭക്തൻ എപ്പോഴും ഭഗവാന്റെ ഒരു ലീലയില് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭീഷ്മദേവര് അദ്ദേഹമാണ് ഇവിടെ ഇപ്പോ ആ ഭൗതിക ശരീരത്തിൽ നിന്ന് അടുത്ത ലീലയിലേക്ക് പോയത്. അപ്പൊ ഭീഷ്മദേവന്റെ ഈ എല്ലാ മംഗളാശിസ്സുകളെയും കുറിച്ച് മഹാരാജാവ് യുധിഷ്ഠിരന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ ക്ഷണനേരത്തേക്ക് മുഹൂർത്ത നേരത്തേക്ക് മാത്രം ദുഃഖിതനായിട്ടിരുന്നതെന്ന്? കാരണം എല്ലാം യുധിഷ്ഠിരൻ ആരാ, നിസാര വ്യക്തിയല്ല. യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് യമദേവന്റെ പുത്രനാണ്. അപ്പൊ ധർമ്മദേവനായിട്ടിരിക്കുന്ന ആ യുധിഷ്ഠിരന് ഭീഷ്മദേവരെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം ഈ ഇവരഞ്ച് പുത്രന്മാരായിട്ട് പഞ്ചപാണ്ഡവന്മാരുണ്ടായപ്പോ അവരെ പലതരത്തിലും ദുര്യോധനാദികളും ധൃതരാഷ്ട്രം ഉപദ്രവിച്ചു. അതിൽ നിന്ന് എപ്പോഴും വാത്സല്യത്തോടു കൂടെ. അപ്പോ നമ്മൾക്ക് അറിയാം, എല്ലാം അറിവുണ്ടെങ്കിലും ചില സമയങ്ങളില് ചില സ്ഥലത്ത് നമ്മൾക്ക് ആ ഒരു നമ്മൾ പോലും അറിയാത്ത ഒരു കടമ അല്ലെങ്കിൽ ഒരു ഇതുണ്ട് അല്ലെ. അപ്പൊ ഭീഷ്മദേവരായിരുന്നു അവരെല്ലാം ഇപ്പൊ എന്താ പറയാ അരക്കില്ലത്തില് ഉണ്ടായിട്ടായാലും ഇവിടെ തിരിച്ചു വന്നപ്പോഴായാലും അച്ഛനില്ലാത്ത കുട്ടികളായിട്ടിരുന്നത് കൊണ്ട് എപ്പോഴും ഭീഷ്മദേവരെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഭീഷ്മദേവരോടുള്ള ആ ഒരു മാനസികമായ ഒരു അടുപ്പം, അതാണ് യുധിഷ്ഠിര മഹാരാജാവ് ആ ഒരു ചെറിയ നേരത്തേക്ക് ദുഃഖിതനായിട്ടിരുന്നതും. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും ഒരു ഭൗതിക ഉലകത്തില് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഇതിൽ കൂടെ പറഞ്ഞു തരേണ്ടത്. കാരണം ഇപ്പോഴുള്ള കുട്ടികൾ പറയും നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതെങ്ങനെ വിശ്വാസമില്ല, ചെയ്യണ്ട. അപ്പോ അതായത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ശേഷക്രിയകളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത്രയും വലിയ യോഗ്യയായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് നിസാരക്കാരനല്ല. അദ്ദേഹം വരെ അതിന് തയ്യാറായപ്പോൾ നമ്മൾക്കും ഈ ഒരു ഭൗതിക ലോകത്തിലെ അറ്റാച്ച്മെന്റിന്റെ കാര്യത്തിലല്ല, നമ്മൾക്കും ആ ഒരു വ്യക്തിയുടെ മാനസിക നില എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ വ്യക്തിയുടെ മാനസിക നില അനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹം പോയി ചേരാൻ പോണ സ്ഥലം. അങ്ങനെ ചേരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പിതൃലോകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പിതൃലോകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് വേണ്ടതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ അവിടെ അദ്ദേഹത്തിന് സുഖമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരവിടെ കിടന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടും. അതിന് നമുക്ക് ശാസ്ത്രങ്ങളിൽ പ്രതിവിധികൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ആ കുടുംബത്തിലുള്ള ആരെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യുക, അല്ലെങ്കിൽ വാവു ദിവസങ്ങളിൽ ചെയ്യുക, അതെല്ലാം അവർക്ക് ചെന്ന് ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഇവിടെ അതിനും കൂടെ ഒരു മാതൃകയായിട്ടും കൂടെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഭീഷ്മദേവൻ പരിത്യജിച്ച ഭൗതിക ശരീരത്തിന്റെ ഹേതുവായല്ല, മറിച്ച് ഒരു മഹാത്മാവിന്റെ വിയോഗത്തിലാണ് അദ്ദേഹം ദുഃഖിതനായി തീർന്നു. ആരാണ്? യുധിഷ്ഠിരൻ. ഒരു യോഗിയായിരുന്നു, മഹാത്മാവായിരുന്നു ഭീഷ്മദേവൻ. ആരാണ് മഹാത്മാവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണോ ഭഗവാനെ ശരിയായിട്ട് ബുദ്ധിയോഗത്തിൽ കൂടെ ആരാണോ ഭഗവാനെ മനസ്സിലാക്കുന്നത്, ആ ആളെയാണ് മഹാത്മാവ് എന്ന് പറയുന്നത്.
ഭീഷ്മദേവൻ മുക്താത്മാവാണെങ്കിലും സംസ്കാര കർമ്മം ആവശ്യമായ കർത്തവ്യമായിരുന്നു. അപ്പൊ ഒരു മുക്താത്മാവിന് പോലും പ്രഭുപാദ നമുക്ക് പറഞ്ഞായിരുന്നു, ഒരു മുക്താത്മാവാണ് അദ്ദേഹം, ഒരു സന്യാസിയാണ്, മുക്താത്മാവാണ്, അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ട എന്നല്ല, അദ്ദേഹത്തിനും നമ്മള് കർമ്മങ്ങള് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഭീഷ്മദേവന് സന്താനങ്ങൾ ഇല്ലാത്തതിനാൽ ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് നിയമാനുസൃതമായി അവകാശമുള്ള വ്യക്തി ജ്യേഷ്ഠ പൗത്രനായ മഹാരാജാവ് യുധിഷ്ഠിരനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഭീഷ്മ പഞ്ചകം എടുക്കും അല്ലെ. എല്ലാവരും ഭീഷ്മദേവന്റെ എന്താ പറയാ, ആ ഒരു ഇതായിട്ട്, എന്താ പറയാ, അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹാദരങ്ങളോടുകൂടെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പിണ്ടം അല്ലെങ്കിൽ ഇതർപ്പിക്കും. അങ്ങനെ ഒരു 5 ദിവസം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഉപവാസം എടുക്കും. ആ ഉപവാസം എടുത്ത ശേഷമാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറഞ്ഞത്, ഭീഷ്മദേവന് ആരാണ്, പുത്രന്മാരാരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം എടുത്ത ശപഥം, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും പുത്രോത്പാദനം ചെയ്യില്ല. അപ്പൊ അത്രയും ശപഥം എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന പേരും കൂടെ വന്നത്. അപ്പൊ ആ ഭീഷ്മദേവര് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഭീഷ്മ പഞ്ചകം എടുക്കുന്നത്. അതേപോലെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ എന്താ പറയാ, പാണ്ഡുവിന്റെ മൂത്ത പുത്രനാണ്. അപ്പൊ അത് മാത്രമല്ല, യോഗ്യനായൊരു പുത്രനും കൂടെയാണ്. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ സംസ്കാര ക്രിയകൾ കുടുംബത്തിലെ സമാനമായി ശ്രേഷ്ഠനായി സന്തതി അനുഷ്ഠിക്കുന്നത് ഭീഷ്മദേവനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ വരദാനമായിരുന്നു. അപ്പോ എന്തിനാണ് അങ്ങനെ ഒരു വരദാനമാണ് എന്നിവിടെ പറയാൻ കാരണം, കർമ്മങ്ങളെ പലരും ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താണ്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു, ഇപ്പൊ മക്കളില്ലാത്ത ഒരാളാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ചെയ്യാൻ വേണ്ടി ചെയ്യും. അത് പക്ഷെ അത്രത്തോളം നന്നായിക്കൊള്ളണം ഇല്ല എന്നാണ് ഇവിടെ പറയണതിന്റെ അർത്ഥം. എന്താന്ന് വെച്ചാൽ, ഭീഷ്മദേവരും ഒരു തരത്തില് ഒരു എന്താ പറയാ, ഒരു അനുഗ്രഹമായിരുന്നു യുധിഷ്ഠിരനെ പോലത്തെ ഒരാളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാൻ സാധിച്ചതെന്നാണ് പറയുന്നത്. കാരണം അത്രയും ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നത് ധർമ്മത്തിനെ അത്രയും മുറുകി പിടിച്ച ഒരാളാണ് യുധിഷ്ഠിരൻ. ഒരിക്കലും യുദ്ധത്തിന് ധർമ്മത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലെ ച്യുതിയും സംഭവിക്കില്ല. അത്രയും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അങ്ങനെ ഒരാൾ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് ഫലം അത്രയും അധികം ഇരട്ടിക്കും. ഇപ്പൊ നമുക്കറിയാം, ജടായു ശരീരം ഉപേക്ഷിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ജടായുവിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തത്. എന്തിനാണ് ശ്രീരാമചന്ദ്രൻ കർമ്മം ചെയ്യേണ്ട ആവശ്യം എന്താ? ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യരൂപത്തിൽ എടുത്ത് വന്നിട്ട് ജടായുവിന് വേണ്ടി കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കാരണം അദ്ദേഹം മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ. ആ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ മനുഷ്യരൂപത്തിൽ വരുമ്പോഴും ആ മനുഷ്യരൂപത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്ന ഓരോ വാക്കും സത്യമായിട്ട് ഭവിക്കും. അപ്പൊ ആ ആ രൂപത്തിലിരിക്കുമ്പോഴും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. കാരണം ദശരഥ മഹാരാജാവും ജടായുവും തമ്മിൽ വളരെ അടുത്തൊരു ഇതായിരുന്നു. അപ്പൊ ജടായുവിനോട് പറയുന്നുണ്ട് ദശരഥ മഹാരാജാവ്, എന്റെ മകൻ നിനക്ക് ഉദകക്രിയ ചെയ്യും, അതിന് വേണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ പോണം അല്ലെ. അപ്പൊ ആ ഒരു ഭാഗ്യം ദശരഥന് കിട്ടിയത് കുറച്ച് ഇതായിട്ടാണെങ്കിലും ജടായുവിന് അത് കിട്ടാനുള്ള യോഗം ഉണ്ടായി. അപ്പോ ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മളുടെ സാധാരണ ഇതിപ്പോ ഇവരൊക്കെ ഉയർന്ന വ്യക്തിത്വങ്ങൾക്ക് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലെ. ഭഗവാൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാൻ എങ്ങനെയാ നമ്മളൊക്കെ ഏതൊക്കെ രൂപത്തിൽ നമുക്കറിയാം. നമ്മളിപ്പോ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, 12 വിധം, 5 മെയിൻ ആയിട്ടുള്ളതും സാധാരണ 7 ഇതുള്ള വിധത്തിൽ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും. അങ്ങനെ സേവിക്കുന്ന ഭഗവാനെ നമ്മൾ ഏതൊക്കെ വിധത്തിൽ സേവിച്ചാലും ഭഗവാൻ അത് ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അത് സ്വീകരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരിക്കലും ഭഗവാൻ അങ്ങനെ വിട്ടുമാറില്ല. അപ്പൊ വില്ലുമംഗലത്ത് സ്വാമിയാര് ഒരിക്കൽ ഭഗവാനെ ഇങ്ങനെ എന്താ പറയാ സ്തുതിക്കുന്നുണ്ട്. ഒരു സ്തുതി കേട്ടപ്പോ എനിക്ക് തോന്നി അത് നല്ലതല്ലേ എന്നുള്ളത്. അതായത് ചിത്രം തദ്ദേതത് ചരണാരവിന്ദം ചിത്രം തദ് ഏതത് നയനാരവിന്ദം ചിത്രം തദ് ഏതത് വദനാരവിന്ദം ചിത്രം അംബ തദ് ഏതത്. അതായത് ചിത്രം പുനഃചിത്രം, അതായത് ആ പാദപത്മം അത്ഭുതമാണ്. പത്മങ്ങളെല്ലാം ഭഗവാന്റെ താമരക്കണ്ണൻ, താമരപാദങ്ങള്,
കമലനയനം, മുഖാരവിന്ദം, ഭഗവാൻ ഇങ്ങനെ എന്താ പറയാ താമര പൂക്കളുള്ള, അപ്പൊ എല്ലാം താമര 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 വെച്ചിട്ടുള്ള ആ ഭഗവാനെ എങ്ങനെയാണ് പറയണത്? ആ പാദപത്മങ്ങൾ അത്ഭുതം തന്നെ. ഭഗവാന്റെ പാദത്തിൽ നിന്നാണല്ലോ തുടങ്ങുക അല്ലെ? ആ ഭഗവാന്റെ പാദപത്മങ്ങൾ അത്ഭുതമാണ്. ഭഗവാന്റെ നളനം നയനങ്ങൾ അത്ഭുതമാണ്. ഭഗവാന്റെ മുഖാരവിന്ദം അത്ഭുതമാണ്. ആ കയ്യും കണ്ണും കാലും മുഖവും എല്ലാം ഇങ്ങനെ താമരപ്പൂ പോലെ ശോഭിക്കുകയാണ്. അതെന്താന്നാ പറയണത്? വില്യമംഗലത്തെ സ്വാമിയുടെ അത്ഭുതമാണ് കൃഷ്ണ, അത്ഭുതം, അത്യത്ഭുതമാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടിട്ടാണ് ഭീഷ്മദേവർക്ക് തന്റെ ഇവിടത്തെ ഉള്ള ലീല ഉപേക്ഷിച്ചിട്ട് പോവാനായിട്ട് സാധിച്ചത്. നമുക്കൊക്കെ നമ്മുടെ ഇവരുടെ എല്ലാ ഈ ഭക്തന്മാരുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് അതിനെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, സാദര പ്രണാമം. ഹരേ കൃഷ്ണ. हरे कृष्ण माता जी प्रणाम। ഹരേ കൃഷ്ണ. कृष्णा जी प्रणाम माता जी। ഹരേ കൃഷ്ണ. हरे कृष्णा माता जी, प्रणाम माता जी। हरे कृष्ण माता जी, हरे कृष्ण। हरे कृष्ण माता जी। हरे कृष्णा। हरे हरे कृष्ण माता जी, प्रणाम माता जी, हरे कृष्ण। ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഐശ്വര്യ മാതാജി നിർത്താം ഇന്നലെ. താങ്ക് യു മാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കും ഡൗട്ട്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാം. അറിയണതാണ് പറഞ്ഞത്. മനസ്സിലായി. प्रणाम माता जी, हरे कृष्णा। ഹരേ കൃഷ്ണ. हरे कृष्ण माता जी, थैंक यू माता जी, हरे प्रणाम। कृष्णा माता जी। हरे ഹരേ कृष्णा। കൃഷ്ണ മാതാജി. थैंक यू माता जी। हरे कृष्णा। Thank you, Maharaj. Thank you for the wonderful class. Thank you, Maharaj. Dandavat pranam. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഈ ഒരു സേവ തന്നതിന്. ഹരേ കൃഷ്ണ. हरे कृष्णा। हरे कृष्णा। ഹരേ കൃഷ്ണ. प्रणाम माता जी। हरे कृष्णा। हरे कृष्णा। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താല്ലേ മാതാജി നമുക്ക്? ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.